ഓം ശാന്തി. ഒരിക്കൽ ഒരു രാജാവിന് 4 മക്കളുണ്ടായിരുന്നു. ആ 4 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ദിവസവും രാജാവ് ഒരുപാട് സ്നേഹത്തോടെ തൻ്റെ പെൺമക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക, മക്കൾക്ക് ഭാഗ്യം ഉണ്ടാക്കണം, മക്കളുടെ സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കണം, അവർക്കെല്ലാം കൊടുക്കണം, ഇതിനൊരുപാട് ശ്രദ്ധിച്ചിരുന്ന ഒരച്ഛനായിരുന്നു ആ രാജാവ്. ഒരിക്കൽ രാജാവിന് മോഹം തോന്നുകയാണ് തൻ്റെ മക്കളുടെ മനസ്സിൽ തന്നെക്കുറിച്ചൊരു അഭിപ്രായം എന്തെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ രാജാവ് മക്കളെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെ ഭാഗ്യമാണ് കഴിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ മൂത്ത മോള് പറയും, അതിലിപ്പോൾ എന്ത് സംശയമല്ലേ, അച്ഛനല്ലേ ഞങ്ങളുടെ ഭാഗ്യം, അതുകൊണ്ട് അച്ഛൻ എന്ത് സമ്പാദിച്ചു അതാണ് ഞങ്ങൾ കഴിക്കുന്നത്, അച്ഛൻ്റെ മക്കളായി ജനിച്ചതാണ് ഞങ്ങളുടെ പുണ്യം, അതുകൊണ്ട് അച്ഛൻ്റെ ഭാഗ്യമാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്ന്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പുത്രിമാരുടെ സെയിം ആൻസർ പറയും. 4ാമത്തെ പുത്രി മാത്രം രാജാവിനോട് പറയും, എൻ്റെ ഭാഗ്യത്തിൽ എന്തുണ്ടോ അതാണ് ഞാൻ കഴിക്കുന്നത്, ഈ വീട്ടിൽ ഞാൻ ജനിക്കണമെന്നതും ഇവിടെ വളരണം എന്നുള്ളതും അങ്ങയുടെ പുത്രിയായിട്ട് മാറണം എന്നുള്ളതും എൻ്റെ കർമ്മഫലമാണ്, അതുകൊണ്ട് എൻ്റെ ഭാഗ്യമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയും. പൊതുവെ ഭക്തിയിലും ഈശ്വരനിലും തൻ്റെതായിട്ടുള്ള പഠനത്തിലും കാര്യത്തിലുമൊക്കെ കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു ഇളയ പുത്രി. മറ്റു പുത്രിമാരാണെങ്കിൽ രാജകുമാരിമാരായി ജനിച്ചതിൻ്റെ ആർഭാടം ആഘോഷിച്ച് ജീവിക്കുന്ന രാജകുമാരിമാരും. അതുകൊണ്ട് തന്നെ മറ്റു 3 പേർക്കും ഈ ചെറിയ ഇളയവളോട് കുറച്ചൊരു അസൂയയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അവസരം മുതലെടുത്ത് അവർ അച്ഛനോട് പറയുകയാണ്, ഇത്ര നന്ദി കെട്ട ഒരു പുത്രി അങ്ങേക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇങ്ങനെ നോക്കുക അവൾ പറയുന്നത്, അവളുടെ ഭാഗ്യമാണെങ്കിൽ അവൾ എവിടെയാണെങ്കിലും അവർക്ക് ആ ഭാഗ്യം കിട്ടണ്ടേ എന്നൊക്കെ പറയാം. രാജാവിനും ആ പെൺകുട്ടിയുടെ ഉത്തരത്തിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ രാജാവ് അവിടുത്തെ മന്ത്രിയെ വിളിച്ച് ആജ്ഞാപിക്കുകയാണ്, ഇവളുടെ എല്ലാ ആഭരണങ്ങളും അഴിച്ചെടുത്ത് കീറിയ വസ്ത്രങ്ങളോടുകൂടി ഇവളെ കാട്ടിൽ കൊണ്ടുപോയിട്ട് വിടാൻ പറയുകയാണ്. അങ്ങനെ ഈ രാജകുമാരീനെ വസ്ത്രങ്ങളെല്ലാം മാറ്റി കീറിയ വസ്ത്രങ്ങളോടുകൂടി ഇവളെ ഒറ്റയ്ക്ക് കാട്ടിൽ കൊണ്ടുപോയിട്ട് തള്ളുകയാണ്. അങ്ങനെ കാട്ടിലും ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് രാത്രിയായപ്പോൾ അവൾക്ക് തണുപ്പ് സഹിച്ചുകൂടാ, വന്യമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഈശ്വരനെ പ്രാർത്ഥിച്ച് അവളിങ്ങനെ കാട്ടിലൂടെ അങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് അങ്ങേ അകലെ ഒരു ദൂരത്തുനിന്നായിട്ട് അവളൊരു ചെറിയ വെട്ടം കാണും. അപ്പോൾ ആ വെട്ടം കണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ വീടിനോട് അടുത്തടുത്ത് എത്താൻ തോറും ഒരു കരച്ചിലിങ്ങനെ കേൾക്കുകയാണ് ഈ രാജകുമാരി. അപ്പോൾ ആ രാജകുമാരി എന്ത് ചെയ്യും, ആ കുടിലിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു വൃദ്ധനായ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാൾക്ക് എഴുന്നേറ്റ് ആ വെള്ളം എടുത്ത് കുടിക്കാൻ വയ്യ, പക്ഷെ ഒരു കുടത്തിൽ വെള്ളം ഇരിക്കുന്നുണ്ട്, വെള്ളം എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഈ രാജകുമാരി പോയിട്ട് അയാൾക്ക് വെള്ളം എടുത്ത് കൊടുക്കും. ആ വെള്ളം കഴിച്ച് സമാധാനമായിട്ട് അയാൾ ആ വെള്ളം കുടിച്ച് ശാന്തമായിട്ട് അയാൾ ഉറങ്ങും. അപ്പോൾ അയാൾ പറയും, നീ എന്താണ് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ കാട്ടിനുള്ളിൽ എന്താ നടക്കുന്നത് ചോദിക്കും. അപ്പോൾ അവൾ തൻ്റെ കാര്യമൊക്കെ പറയും, നീ വിഷമിക്കേണ്ട, ഈ കുടിലിൽ നിനക്കും ഉറങ്ങാം, എനിക്കും സംരക്ഷണം ഇതേ ഉള്ളൂ, നിനക്കും ഇവിടെ ഉറങ്ങാമെന്ന് പറയും. അങ്ങനെ പ്രഭാതമാകുമ്പോൾ അയാൾ പറയും, ഇനി ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരൂ, ഞാനാണെങ്കിൽ ഭിക്ഷാടനത്തിന് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ അതുവരെ ഈ വീടിൻ്റെ മുന്നിലായിട്ട് ഞാൻ ഒരു ആടിനെ കെട്ടിയിട്ടുണ്ട്, ആ ആടിൻ്റെ പാല് നീ കറന്ന് ഉപയോഗിച്ചോളൂ, ഇവിടെ ആഹാരം ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്, അതുണ്ടാക്കി കഴിച്ച് നീ നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ പറയും. അങ്ങനെ ഈ രാജകുമാരി സ്വയമായിട്ട് ആ വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ആ ആടിൻ്റെ പാല് കറക്കുമ്പോൾ പകുതി പാല് രാജകുമാരി കുടിക്കുമായിരുന്നു. പകുതി പാല് വിചാരിക്കും, ഏതെങ്കിലും വഴിപ്പോക്കന്മാർ ഇതിലെ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവികൾക്ക് പാല് കുടിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ മുഴുവൻ ഞാൻ കുടിക്കുന്നത് ഒരിക്കലും ശരിയല്ല, എനിക്ക് ദാനം കിട്ടിയതാണ്, അതിൽ പാതി ഞാൻ ദാനം കൊടുക്കണം എന്ന മനസ്സോട് കൂടിയിട്ട് ആ പകുതി പാല് ഒരു പാത്രത്തിലാക്കിയിട്ട് പുറത്തു വെച്ചു. പിറ്റേ ദിവസം രാജകുമാരി ഉറക്കമെന്ന് നോക്കുമ്പോൾ ആ പാത്രത്തിലെ പാലെല്ലാം കുടിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും രാജകുമാരി വെച്ച് നോക്കുമ്പോൾ രാത്രി വീണ്ടും ആ പാലെല്ലാം കുടിച്ചു പോയിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തിളക്കം കണ്ടു നോക്കുമ്പോൾ ഒരു രത്നമാണ്, നാഗമാണിക്യമായിരുന്നു അത്. അപ്പോൾ രാജകുമാരിക്ക് ഭയങ്കര സന്തോഷമായി. രാജകുമാരി ആ നാഗമാണിക്യം എടുത്ത് ആ കുടിലിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം വീണ്ടും പാല് വെച്ചു. നേരം വെളുത്ത് നോക്കുമ്പോൾ പാല് വറ്റിയിരിക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് വീണ്ടും ഒരു മാണിക്യം. അങ്ങനെ 6 ദിവസമായിട്ട് രാജകുമാരിക്ക് 6 നാഗമാണിക്യങ്ങൾ കിട്ടി. 7ാമത്തെ ദിവസം ഈ കുടിലിൻ്റെ ഓണറായിരിക്കുന്ന ഭിക്ഷക്കാരൻ തിരിച്ചു വന്നു. വളരെ വൃദ്ധനായ ഒരാളാണ്. അയാൾ വിചാരിച്ചു അറിയില്ല ഈ കുട്ടി പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും തൻ്റെതായിട്ടുള്ള കാട്ടിൽ ആ കൂരയിൽ ഉറങ്ങാൻ വേണ്ടി അയാൾ വന്നപ്പോൾ വീണ്ടും ആ രാജകുമാരി അവിടെയുണ്ട്, ആഹാരമൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൃദ്ധന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവൾ കാണിച്ചു കൊടുക്കും, കണ്ടോ എനിക്കിങ്ങനെ ഈശ്വരൻ്റെ ദയയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പാല് കൊടുത്തപ്പോൾ പാല് കുടിച്ച ഏതെങ്കിലും സർപ്പങ്ങളായിരിക്കാം, ഇങ്ങനെ നാഗമാണിക്യത്തെ ഇവിടെ രത്നമായിട്ട് ഭാഗ്യമായിട്ട് കൊണ്ടുവച്ചു. നിങ്ങളൊരു
കാര്യം ചെയ്യൂ, ഇതിൽ 3 മാണിക്യം കൊണ്ടുപോയി വിൽക്കൂ, എന്നാൽ തന്നെ നമുക്ക് അത്രയധികം ധനവും സമ്പത്തും കിട്ടും. കാരണം രാജകുമാരിയാണ്, ആ രത്നത്തിൻ്റെ വാല്യൂ അവൾക്ക് അറിയാം. അങ്ങനെ 3 മാണിക്യം കൊണ്ടുപോയി അയാൾ വിറ്റു. അവിടെ വലിയൊരു കൊട്ടാരവും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കി, ചുറ്റും ഒരു ഗ്രാമം ഡെവലപ്പ് ചെയ്തു. അത്രമാത്രം ധനം ആ 3 നാഗമാണിക്യങ്ങളോട് സംഭരിച്ചു. ഒരു കൊട്ടാരവും സർവ്വ സൗഭാഗ്യങ്ങളും അവൾ ഉണ്ടാക്കി. അങ്ങനെ അവൾ തോഴിമാർക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രാജകുമാരി അങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു പുതിയ കൊട്ടാരം ഉണ്ടായിരിക്കുന്നു. ഒരു മാന്ത്രിക കൊട്ടാരം പോലെ തോന്നുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു കൊട്ടാരം, അവിടെ വളരെ ദയാലുവായിരിക്കുന്ന ഒരു റാണിയുണ്ട് എന്നുള്ളതായിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഈ രാജാവിൻ്റെ ചെവിയിലെത്തി. അപ്പോൾ രാജാവ് ഭടന്മാരെ പറഞ്ഞയച്ചു. അങ്ങനെ കാട്ടിലെ റാണീനെ രാജാവിന് കാണാൻ മോഹമുണ്ട് എന്ന്. അപ്പോൾ ഈ റാണി പറഞ്ഞു, ഞാൻ ഒരിക്കലും രാജാവിനെ അങ്ങോട്ട് പോയി കാണില്ല, രാജാവിനെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അദ്ദേഹം വരികയാണെങ്കിൽ തൻ്റെ പുത്രിമാർക്കൊപ്പം വന്നാലേ കാണാൻ സാധിക്കൂ എന്ന് പറയും. അങ്ങനെ രാജാവ് പുത്രിമാർക്കൊപ്പം വന്നു. കൊട്ടാരത്തിൽ സൽക്കാരങ്ങളൊക്കെ നടന്നു. ആ സൽക്കാരങ്ങളൊക്കെ നടന്ന സമയത്ത് ഇവളെപ്പോഴും പർദ്ദയ്ക്കുള്ളിലാണ് അവരുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. രാജാവ് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ പുത്രിമാർക്കൊപ്പാണല്ലോ വന്നിരിക്കുന്നത്, പിന്നെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പർദ്ദയ്ക്കുള്ളിൽ നിൽക്കുന്നതെന്ന് പറയും. നിന്റെ മുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. എന്നാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജകുമാരി നേരെ അകത്തുപോയി അച്ഛൻ പറഞ്ഞയച്ച ആ വസ്ത്രങ്ങളിൽ വീണ്ടും രാജാവിൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ രാജാവുള്ള കണ്ടപ്പോൾ ചോദിക്കുക, രാജാവിന് മനസ്സലിഞ്ഞു പോയി, അയ്യോ മോളെ കഷ്ടമായിപ്പോയി, ഞാൻ നിന്നെ പറഞ്ഞയച്ചിട്ട് ഈ റാണിയുടെ തോഴിയായിട്ട് ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് നീ ജീവിക്കാനാണോ നിൻ്റെ വിധി? നീ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറയാണ്. അപ്പോൾ അവൾ പറയും, ഒരിക്കലുമല്ല, ഇവിടുത്തെ റാണി ഞാൻ തന്നെയാണ്. ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും, എൻ്റെ കർമ്മത്തിൻ്റെ എൻ്റെ ഭാഗ്യമാണ് ഞാൻ കഴിക്കുന്നത് എന്ന്. അതുപോലെ എൻ്റെ കയ്യിൽ ഇനിയും ഇതുപോലൊരു കൊട്ടാരം ഉണ്ടാക്കാനുള്ള അത്ര ധനം, അങ്ങയേക്കാൾ അധികം സമ്പത്ത് ഇപ്പം എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, എൻ്റെ കർമ്മഫലമാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കർമ്മഫലങ്ങളാണ് നമ്മുടെ ഭാഗ്യമായിട്ട് മാറുന്നത്. മറ്റാരുടെയും കർമ്മം കൊണ്ടോ നമ്മുടെ മുൻ തലമുറകളിൽ അവർ ചെയ്തു വെച്ച കർമ്മഫലം അനുഭവിക്കുകയാണോ ഞാൻ, എൻ്റെ അച്ഛനും അമ്മയും ചെയ്തു വെച്ചതായിരിക്കുന്ന പാപകർമ്മം ഞാൻ അനുഭവിച്ച് തീർക്കുകയാണോ, അതോ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തി എൻ്റെ ഭാഗ്യദോഷം ഉണ്ടാക്കുകയാണ്, എനിക്ക് മോശം അവസ്ഥ ഉണ്ടാക്കുകയാണ്? ഇത്തരം ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തലമുറകളായിട്ട് ഈ തറവാടിലെ മുൻ തലമുറക്കാർ ചെയ്തു വെച്ചതായിട്ടുള്ള പാപഫലമാണ് തലമുറകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നമ്മൾ ഒരു രഹസ്യം മനസ്സിലാക്കുകയാണ്, തലമുറയായിട്ട് അനുഭവിക്കണമെങ്കിൽ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടുണ്ടായിരുന്ന ആൾ ഇപ്പോൾ അവരുടെ കൂടെ വന്ന് ജനിച്ചാൽ മാത്രമാണ് ആ തലമുറയായിട്ട് കർമ്മം അനുഭവിക്കുക, അവരതിൻ്റെ ഭാഗഭാക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ ആ കർമ്മം അവർക്ക് അനുഭവിക്കാതിരിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു തറവാട്ടിലൊരു കുട്ടി ജനിക്കുന്നു, പക്ഷെ അവരുടെ അച്ഛനും അമ്മയും ഫോറിനിൽ പോയി സെറ്റായിട്ടുണ്ടായിരിക്കും. ഇവർ നേരെ അവിടെ പോയി സെറ്റാവുന്ന ഈ തറവാടിൻ്റെ ഒരു കാര്യങ്ങൾ പങ്കെടുക്കുന്നേ ഇല്ല. അമേരിക്കയിലോ വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് താമസിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊരു സ്ഥലത്ത് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ കർമ്മഫലം അനുഭവിക്കണം എന്നില്ല. അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ജനിക്കുകയും ആ കർമ്മഫലം അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ്. ഭാഗ്യമാണെങ്കിലും ദുർഭാഗ്യമാണെങ്കിലും നമ്മുടെ കർമ്മഫലം കൊണ്ട് നേടുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പഴിക്കാതെ സ്വന്തം ഭാഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം സ്വന്തം കയ്യിലെടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് ഈശ്വര വിശ്വാസത്തോടെ മുന്നേറിക്കഴിഞ്ഞാൽ, ധർമ്മത്തിൻ്റെ പാതയിൽ അടിയുറച്ച് നിങ്ങൾ മുന്നേറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൗഭാഗ്യം നമ്മളെ കാത്തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മനസ്സ് മടുക്കാതെ, മറ്റുള്ളവരെ പഴിക്കാതെ, സ്വന്തം കർമ്മത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് സ്വയം ഭാഗ്യമുണ്ടാക്കി മുന്നേറാനുള്ള ശക്തി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.